താരപ്പകിട്ടിലേക്ക് സ്വാഗതം. സിംഗർ അഫ്സലാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത്. അഫ്സൽ, വെളുത്ത എന്ന് പറഞ്ഞ 2 കൺട്രീസിലെ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അഫ്സലിന് ഇനി താരപ്പകിട്ടിൽ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറയിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, പാട്ടും ഹിറ്റാണ്. കുട്ടികളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട്. അതെനിക്ക് തോന്നുന്നു പാട്ടിനേക്കാളുപരി ആ പാട്ടിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഒരു മറ്റേ ഫോറിനേഴ്സ് ഒരു അങ്ങനെ ഒരു സാധനം, അതാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട്. ഞാൻ ലൈവ് പ്രോഗ്രാമിനൊക്കെ ഞാൻ ആ പാട്ട് പാടുമ്പോൾ കൂടെ കുട്ടികൾ ആ പോർഷൻ പിള്ളേരാണ് പാടുന്നത്. അത് ശരി. അങ്ങനത്തെ ഒരു ചില സമയങ്ങളിൽ അങ്ങനത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു പാട്ടുകൾ നമുക്ക് കിട്ടും. പിള്ളേരെ നിരാശരാക്കണ്ട, നമുക്ക് പാടി അങ്ങ് തുടങ്ങാം. വെളുത്തൊരു പെണ്ണ് കുടിച്ചെന്ന് കള്ള് ആ മൺകുടത്തിൽ മുഖം ചേർത്തു നീ ആദ്യാനുരാഗം നുകർന്നീലയോ കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണേ വെളുത്തൊരു പെണ്ണ് കുടിച്ചെന്ന് കള്ള് വല്യേട്ടൻ, കല്യാണരാമൻ, പിന്നെ നമ്മൾ കുറേ ഇത്ര പാട്ട്, 2 കൺട്രീസ്, ഇഷ്ടംപോലെ സിനിമകൾ. പക്ഷേ അഫ്സൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് തീപ്പൊരി സ്റ്റേജാണ്. സിനിമയ്ക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് അഫ്സല്, ആ വീഡിയോ, എനിക്ക് അഫ്സലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വീഡിയോ ഓർമ്മ വരിക. അഫ്സല് സോമാലിയെന്ന് വന്ന് പാടിയോന്ന് ചിന്തിച്ചു. വളരെ ലീനായിട്ട് യൂട്യൂബിൽ ഭയങ്കര വൈറലായിപ്പോയി. അപ്പം SPBയുടെ പാട്ടുകൾ പാടിയാണ് അഫ്സൽ. ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് SPBയുടെ പാട്ടുകൾ സ്റ്റേജിലൂടെ പരിചയപ്പെടുത്തിയ സിംഗറാണ് അഫ്സൽ എന്ന് ഞാൻ പറയും. അങ്ങനെ എനിക്ക് ജയന്തി പറയുമെങ്കിൽ പോലും ഞാനൊക്കെ അതിനു മുമ്പേ SPBയുടെ പാട്ടുകൾ പാടും. ഞാൻ ഒരു 17 വയസ്സുള്ളപ്പോഴാണ് ഗാനമേളക്ക് പാടുന്നത്. ആ സോമാലിയെ കണ്ട പോലത്തെ ആ വീഡിയോ എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അതെ, അപ്പൊ ആ സമയത്ത് ഞാൻ ഗാനമേളകൾ നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് അമ്പലങ്ങളിലൊക്കെ ഞാൻ കാണാൻ പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു CSCയിലോ എവിടെയൊക്കെ SPBയുടെ പാട്ടുകൾ പാടുന്ന ഒരു ശരത്തേട്ടുണ്ടായി കുണ്ടറയിലുള്ള. പിന്നെ അച്ചിൽ പ്രകാശ് എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ടായി, അവര് ബ്രദേഴ്സാണ്. അല്ല, പക്ഷെ യുവനിരയിലുള്ളൊരു ഗായകൻ, ഞാൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയെന്ന് ഉദ്ദേശിച്ചത് യുവനിരയിലുള്ളൊരു ഗായകൻ പെട്ടെന്നൊരു പയ്യൻ വന്ന് പാടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അല്ല, ഞാൻ പറയണേ എൻ്റെ ചെറുപ്പത്തിൽ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അതവര് മറ്റേ കോയമ്പത്തൂർ ഓർക്കസ്ട്ര, കലേശെൽവൻ, അങ്ങനെ. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ SPB സാറിൻ്റെ പാട്ടുകൾ പാടും. അപ്പോൾ ഞാനും ആലോചിച്ച് ഇങ്ങനെ SPB സാറിൻ്റെ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു 16 വയസ്സുള്ളപ്പോൾ കോളേജിൽ പഠിക്കുന്ന സാർ. അങ്ങനെയാണ് ഞാൻ SPB സാറിൻ്റെ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്തത്. രൂപത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഓർമ്മകളിൽ നമുക്ക് ഓടിയെത്താലോ. ആ പാട്ടുകളൊന്ന് പാടാം നമുക്ക്. കാര്യം തിരിച്ച രൂപത്തിലോട്ട് പോകാൻ പാടാണ്. വാവെണ്ണില ഉന്നെത്താനേ വാനം തേടുതേ, വാവെണ്ണില ഉന്നെത്താനേ വാനം തേടുതേ, മേലാടை മൂടിയേ ഊർഗോലമായി പോവതേൻ, മേലാടை മൂടിയേ ഊർഗോലമായി പോവതേൻ, വാവെണ്ണില ഉന്നെത്താനേ വാനം തേടുതേ, വാവെണ്ണില ഉന്നെത്താനേ വാനം തേടുതേ. സത്യം പറഞ്ഞ അടുത്ത ചോദ്യം മറന്നു. എന്ത് മധുരമായ, എത്ര രസമുള്ള പാട്ടുകളാണല്ലേ SPB സാർ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാനൊക്കെ ശരിക്കും ആലോചിക്കും, നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടീനേജ് സമയത്ത് ഇങ്ങനെയുള്ള കുറേ പാട്ടുകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കണം. ആ മെലോഡിയസ് ആയ മ്യൂസിക് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ 17 വയസ്സിൽ ഈ സ്റ്റേജിൽ ഇത്രയും നമ്മൾ റെൻഡർ ചെയ്ത് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യണമെങ്കിൽ ഭാഷ നല്ല വഴങ്ങണം. എങ്ങനെ ഈ തമിഴൊക്കെ ഈ പ്രായത്തിൽ, പ്രത്യേകിച്ചും ഈ കൊച്ചിയിലിരുന്ന് എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്തു? അത് ഞാൻ ആദ്യം തമിഴ് പാട്ടുകൾ പാടുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ എനിക്ക് പാടാൻ പറ്റും. പക്ഷേ എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് തമിഴ് പറയുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നീടാണ് കുറേ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഫാദറിൻ്റെ പൂർവികർ തമിഴന്മാരാണ്.
ഓ അത് ശരി. ശരിക്കും ഫാദറിൻ്റെ പുതിയ തലമുറക്കാര് നാഗർകോവിൽ കോട്ടാർ എന്ന് പറഞ്ഞ അവിടെ നിന്നാണ് എൻ്റെ ഫാദറിന്റെ ഫാദർ വന്നേക്കണം കൊച്ചിയിലേക്ക് ബിസിനസ്സായിട്ട്. അപ്പൊ ആ ഒരു ഇതുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാദറിന്റെ മദറും അവര് തമ്മിൽ തമിഴൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ആവും നമ്മുടെ ആ ഒരു ജനസിൽ ഉണ്ടാവും ചിലപ്പോ. അതുകൊണ്ട് അങ്ങനെ അപ്പൊ ചിലപ്പോൾ തമിഴ് മാത്രം എനിക്ക് വലിയ കുഴപ്പമില്ല, ഹിന്ദിയും വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ കൊച്ചിയിൽ കുറെ കൂടി ഹിന്ദി പാട്ടുകളൊക്കെ കൂടുതൽ നമ്മൾ കേൾക്കുകയും കൂടുതൽ പല ഹിന്ദിക്കാരുണ്ട്. അതല്ല, കൊച്ചിയിൽ എപ്പോഴും ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ മലയാള പാട്ടുകൾ കേൾക്കില്ല. പഴയ റഫിയുടെ പാട്ടുകളും കിഷോർ കുമാറിന്റെ പാട്ടുകളും ഇതൊക്കെയാണ് നമ്മളും ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതൊക്കെ കൊണ്ടാവും നമുക്ക് രാഷ്ട്രഭാഷയും തമിഴൊക്കെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് വഴങ്ങും. അപ്പം പെട്ടെന്നൊരു കന്നഡയോ തെലുങ്കോ പറയാൻ പറഞ്ഞാൽ നമ്മൾ പിടികിട്ടു. അല്ല, ഹിന്ദിയും തമിഴും ഞാൻ അഫ്സലിന്റെ സ്റ്റേജ് ഷോസിലൊക്കെ കേട്ടിട്ടുണ്ട്. അഫ്സൽ പഴയ നമ്മുടെ ആ ഒരു ടീനേജിൽ പാട്ടുകൾ പഠിച്ചത് വളർന്നു. പക്ഷെ അഫ്സലിനെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ പഠിച്ചു വളരുന്നേക്കാളും പാട്ടുകൾ കേട്ട് വളർന്നു എന്ന് ഞാൻ പറയും. അച്ഛൻ മ്യൂസീഷ്യനാണ്. അപ്പം അന്നത്തെ കാലത്ത് ഒരു മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ മാത്രമല്ല, ഒരു വേഴ്സറ്റൈലാണ്. കാര്യം പാടുക, അവര് തന്നെ ഓർക്കസ്ട്രേഷൻ, എല്ലാ മേഖലയും അവർ കൈകാര്യം ചെയ്യും. എൻ്റെ ഫാദറും അതേപോലത്തെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പഴയകാല കൊച്ചിയിലെ ഇക്ബാൽ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള, എല്ലാവരോടും ചോദിച്ചാൽ അറിയാം. ഇപ്പം പണ്ട് റഫീ സാബൊക്കെ വരുമ്പോൾ ഇവർ ഓർക്കസ്ട്ര കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫാദർ ഹാർമോണിയം വായിക്കും, പിന്നെ ബുൾബുൾ തരംഗ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് വായിക്കും, പിന്നെ അത്യാവശ്യം കമ്പോസിങ്സ് ചെയ്യും. അച്ഛനെ അസിസ്റ്റ് ചെയ്യാനൊക്കെ കൂടെ പോകും. അന്നൊക്കെ ഞാൻ ചെറുതാണ്, വളരെ ചെറുതാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ഞാൻ 10ാമത്തെ മകനാണ്. പക്ഷെ എൻ്റെ ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ഫാദറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാദറിന് ഒരു കല്യാണം വന്ന പുറത്തുനിന്ന് ആരെയും വിളിക്കണ്ടല്ലേ, വളരെ ചെറിയ ഫാമിലിയാണ്. അപ്പൊ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു 4 വയസ്സ് 5 വയസ്സിലൊക്കെ ഫാദർ ഹാർമോണിയൊക്കെ വായിച്ച് കമ്പോസ് ചെയ്യുന്നത്, അതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ ബ്രദേഴ്സൊക്കെ കുറേ പേര്, ഷക്കീർ എന്ന് പറഞ്ഞ ബ്രദർ ദാസേട്ടൻ്റെ ഓർക്കസ്ട്രയിലുണ്ടായിരുന്നു. 10-12 വർഷം ഡ്രമ്മറായിരുന്നു പുള്ളി. പിന്നെ മൂത്ത ബ്രദേഴ്സ് ആണെങ്കിലും അവർ ഗൾഫിലൊക്കെ ജോലിയായിട്ട് പോയെങ്കിലും അവിടെയും ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും മ്യൂസിക്കായിട്ട് വന്നു. പിന്നെ എൻ്റെ അല്ല, നമ്മളിത് പഠിക്കുന്നതല്ല അഫ്സൽ, ഇതൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ കാതുകളിൽ എത്തുന്ന കാര്യം. നമ്മൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിലെ സംഗീതം ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ. പിന്നെ അതിലുപരി ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടിലെ അറ്റ്മോസ്ഫിയർ, ഇപ്പൊ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യം. ആ കാലഘട്ടത്തിലാണെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്ര സപ്പോർട്ടിങ് അല്ല ഒരു ഫാമിലിയിലും. അപ്പൊ നമ്മുടെ മ്യൂസിക് എന്നല്ല, ഒരു കലയിലോട്ട് പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. പേരൻസ് ആദ്യം മക്കൾക്കൊരു ജോലി, അതാണ് സേഫ് സൈഡ്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നേരെ തിരിച്ചായിരുന്നു. ഫാദറിന് നമ്മളെ എങ്ങനെയെങ്കിലും ഒരു കലാകാരനോ, ഫാദർ ഒരു സ്പോർട്സ് മാനും കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കായിക താരോ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നായിരുന്നു. പഠിപ്പ് ഓക്കെ, പക്ഷെ അതിന്റെ കൂടെ ഇതിനാണ് കൂടുതൽ പ്രോമിനൻസ്, ഇമ്പോർട്ടൻസ് നൽകിയത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ കുറേ സ്പോർട്സിലൊക്കെ പുള്ളി അത്ലറ്റിക്സും ഹൈ ജമ്പൊക്കെ കുറേ ചാടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷേ മ്യൂസിക്കും നമ്മുടെ ഇതിലുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ ആ ഒരു സപ്പോർട്ടായിരിക്കും നമുക്ക് ഫാദറിൻ്റെ ഒരു എന്താണ് കൂടുതൽ മ്യൂസിക്കിനോടുള്ള. കാരണം നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ 17 വയസ്സുള്ളപ്പോഴും 18 വയസ്സുള്ളപ്പോഴൊക്കെ ഗാനമേളക്ക് പോകുമ്പോൾ വേറൊരു ഫാമിലിയിലെ ഒരു ഫാദറാണ് ഈ പറഞ്ഞു. അവനിങ്ങനെ നടക്കണ പരിപാടിയും ഗാനമേളയൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും ഒരു ഫാദർ. പക്ഷെ എൻ്റെ ഫാദർ വേറെ ആൾക്കാർ, അവൻ പോകണ പരിപാടി ഉണ്ടെന്ന്, കണ്ണൂരാണ് പരിപാടി പറയണം. അന്നൊരു പ്ലേ ബാക്ക് സിംഗർ ഒന്നുമല്ല, വെറും ഒരു ആരും അറിയാത്തൊരു പാട്ടുകാരൻ മാത്രമാണ്. പക്ഷെ വേദികളില്ല. ഇന്നെന്ന് വെച്ചാൽ ഒരു പാട്ട് പാടിയാലും അവരെ പരിചയപ്പെടുത്താൻ ചാനലിലുണ്ട്, അല്ലെങ്കിൽ സിനിമ റീച്ച്. അപ്പൊ വാപ്സിയുടെയൊക്കെ ആ ഒരു മ്യൂസിക്കിനോടുള്ള ആഗ്രഹവും സ്നേഹവും ഇതൊക്കെയാവും നമ്മളൊക്കെ ഇവിടെ ഈ നിലയിലെത്തിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അഫ്സല് എപ്പോഴും ഈ ഞാൻ പറയും, അഫ്സലിനെ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ വീഡിയോസാണ് ഓർമ്മ. ലാലേട്ടൻ്റെ കൂടെ ഒരു ലണ്ടനിലെ ഒരു UK ഷോ, അതും അന്ന് വൈറലായി. അതേത് പാട്ടാ ലാലേട്ടനോ? അത് മറ്റേ ഹലോല സോങ്, കടുകെട്ട് വറുത്തൊരു ആ പാട്ട് ഞാൻ ലാലേട്ടനും കൂടി സ്റ്റേജിൽ പാടുന്നായിരുന്നു. ലാലേട്ടൻ ഉണ്ട് നമുക്ക് വിചാരിക്കാം, എന്നിട്ട് നമുക്ക് അങ്ങ് പാടാം. അല്ല, അത് മെയിൻ സോങ് ലാലേട്ടനാണ് അത് പാടിയിരുന്നത്. അപ്പൊ ഞാൻ കൂടെ അതിന്റെ കോറസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മൾ സ്റ്റേജിൽ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യണമായിരുന്നു. അപ്പം അത് എപ്പോഴും സെലിബ്രിറ്റീസ് എന്തെങ്കിലും കാണിക്കുന്നതാണ് നെഗറ്റീവായിട്ട് ഓഡിയൻസ് ചിത്രീകരിക്കുള്ളൂ. പക്ഷേ അത് ഞാനതിന് ഒരു എന്താ പറയുക, ഒരു സാക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് എനിക്കറിയാം, നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം.
വിൽഫുള്ളി ചെയ്യുന്നത് അതെ അല്ലേ. അതിപ്പോൾ നമ്മൾ ആ ഒരു ഷോ തുടങ്ങിയിട്ട് ഏതാണ്ട് പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനു മുമ്പേ ഈ പറയുന്ന വ്യക്തി വളരെ ഡിസ്റ്റർബൻസ്ഡ് ആയിരുന്നു ശരിക്കും ഓഡിറ്റോറിയത്തിൽ. നമ്മളൊരു ഷോ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ നമ്മളെ വളരെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി ഇങ്ങനെ സ്റ്റേജിലേക്ക് നോക്കി വരുമ്പോൾ കമൻസും ഫ്രണ്ടിൽ വന്നിട്ട് ഡാൻസും, അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് അല്ല അത്. ശരിക്കും ഒരാൾ മാത്രം വെള്ളമൊക്കെ അടിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇതാവുമ്പോൾ എല്ലാവരുടെ ആ ഒരു സ്റ്റേജിലേക്കുള്ള ഒരു ഇത് പോകും. അപ്പം അത് ആ പ്രോഗ്രാമിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പൊ ഇതൊക്കെ നമ്മളെല്ലാരും വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാരും പ്രതീക്ഷിച്ചില്ല ലാലേട്ടനായിരിക്കും അതിന് പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചു. അല്ല, ലാലേട്ടൻ അവസാനം വരെ പിടിച്ചു നിന്നിട്ട് നമുക്കത് കാണുമ്പോൾ ഏറ്റവും അവസാനമാണ് അത്. കാരണം ചിലപ്പോ ഞാനൊക്കെ ഓർത്ത് ആ പ്രോഗ്രാം കഴിയുമ്പോൾ അവനെ കാണണം, എനിക്ക് 2 വർത്താനം പറഞ്ഞു ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അത്ര നമുക്ക് തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ഇത്രയും ദൂരം ഫ്ലൈ ചെയ്തൊക്കെ വന്ന് അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മളൊരു വല്ലാതെ ഒരു കാണുന്ന രീതിയിൽ കമൻസൊക്കെ അത്ര രീതിയിൽ മോശമായിട്ടുള്ള കമൻസൊക്കെ പറയുന്നു. അപ്പൊ അത് സഹിക്കാൻ പറ്റൂല ഒരിക്കലും. അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പോ ലാലേട്ടൻ അതിനെ പ്രതികരിച്ചു. ഒരുപാട് മനസ്സുകളിൽ തോന്നിയത് ലാലേട്ടന്റെ കൈകളിലൂടെ വന്നു. അപ്പൊ അതങ്ങനെ ഒരു വൈറലായിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ. അപ്പൊ അതൊക്കെ സ്റ്റേജിലെ ഓരോ എക്സ്പീരിയൻസ് ആണ്. പല എക്സ്പീരിയൻസും നമ്മൾ കടന്ന് കഴിഞ്ഞ് വന്ന് ഇപ്പോഴും ഓരോ എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കുന്നു.